ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആസാഫിൻ്റെ സങ്കീർത്തനത്തിൻ്റെ ലാസ്റ്റ് ഇതാണ്, അവസാനത്തേതാണ് 83-ാമത്തെ സങ്കീർത്തനം. 83-ാമത്തെ സങ്കീർത്തനമാണ് ഇന്നത്തെ നമ്മൾ ശാന്തമായ ദൈവസന്നിധി ചിന്തയ്ക്കായി നമ്മൾ വയ്ക്കുന്നത്. രണ്ടാമത്തെ പുസ്തകമായിട്ട് മൂന്നാമത്തെ പുസ്തകമായിട്ട് വരുന്നത് 89-ാമത്തെ സങ്കീർത്തനം വരെയാണ്. അതിൽ ഇവിടെ 83 വരെ ഉള്ളതിൽ ആസാഫിൻ്റെ സങ്കീർത്തനം നമ്മൾ കണ്ടു. ഇന്നത്തേതിൽ ഒരു ആപൽക്കാലത്തെ ഒരു പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രായേലിന് വരുന്ന ശത്രുത അല്ലെങ്കിൽ പ്രതികൂലങ്ങളിൽ ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ്. അവിടെ തുടങ്ങുന്നതിന് ദൈവമേ മിണ്ടാതെ ഇരിക്കരുതേ, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ. ഇതാ നിൻ്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു, അവർ നിന്റെ ജനത്തിൻ്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. ദൈവം മൗനമായിരിക്കുമ്പോൾ നാം സംസാരിക്കണമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദൈവികമായ അനുഭവങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നാം മൗനമാകാതെ ദൈവത്തോട് യാചിക്കണം, പ്രാർത്ഥിക്കണമെന്ന് പറയും. ദൈവം മൗനമാകുന്ന സമയമുണ്ടോ? ഉണ്ട്. നമ്മൾ തിരുവഴുത്തിൽ കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ ആ പടകിൽ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു നമ്മൾ കാണുകയാണ്. അപ്പോൾ അവിടെ വലിയ കടലിൽ വലിയ കാറ്റും കോളുമെല്ലാം, കൊടുങ്കാറ്റെല്ലാം വീശുകയാണ്. പടക് മുങ്ങുമാറോളം തിരകളാൽ വലിഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ യേശു അവിടെ ഉറങ്ങുകയാണ്. യേശു എന്തുകൊണ്ട് ഉണർന്നില്ല? അവർ ഉണർത്താൻ വേണ്ടിയാണ് യേശു. അവർ നിലവിളിക്കുകയോ, നാഥാ ഞങ്ങൾ നശിച്ചു പോകുമെന്ന് എനിക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് അവർ വിളിച്ചപേക്ഷിക്കുകയാണ്, കർത്താവിനെ ഉണർത്തുകയാണ്. ഉടനെ കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം എവിടെ? വേർ ഈസ് യുവർ ഫെയ്ത്ത്? നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ വിശ്വാസം പ്രാക്ടിക്കൽ ആയിട്ട് അത് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവമൗനമായിരിക്കുന്നത്. നാം അത് അപ്ലൈ ചെയ്യണം. നമ്മൾ പഠിച്ചതും നമ്മൾ വിശ്വസിച്ചതുമായ കാര്യങ്ങളെല്ലാം അവിടെ നമ്മളത് പ്രാവർത്തികമാക്കുവാൻ, വിശ്വാസത്താൽ അത് പ്രാവർത്തികമാക്കുവാനായിട്ട്, അത് സ്വീകരിക്കുവാനായിട്ട്, അത്ഭുതം കാണുവാനായിട്ട് നമ്മൾ തന്നെ വിട്ടുകൊടുക്കാനായിട്ടാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു പറയും. നമ്മുടെ തെറ്റുകൾ, നമ്മുടെ തിന്മകൾ. അപ്പോൾ അത് നമ്മൾ ഏറ്റുപറയുമ്പോൾ ദൈവിക സാമീപ്യം നമുക്ക് ലഭ്യമാകുന്നത് കാണാം. എവിടെയെങ്കിലും നമ്മൾ തെറ്റുപറ്റുമ്പോൾ ദൈവവും മൗനമായിരിക്കും എന്ന് നമുക്ക് തോന്നും. ദൈവം കേൾക്കുന്നില്ല എന്ന് തോന്നും. അപ്പം അതും പറയാം. 59 പറയാണ്, രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രയേ അവൻ കേൾക്കാതെ വണ്ണം ഒരു മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുന്നത്. അവിടെ പറയുന്നത് അതിക്രമങ്ങളെല്ലാം ബോധ്യമായിട്ട് 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞങ്ങളുടെ അതിക്രമങ്ങൾ നിൻ്റെ മുമ്പാകെ പെരുകിയിരിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു, ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞ് നമ്മൾ റീസ്റ്റോർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സമീപം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും, ദൈവ സാന്നിധ്യം എന്ന് പറയും. അപ്പോൾ ഇവിടെ പിന്നെ മുഖ്യമായ മൗനത എന്ന് പറഞ്ഞാൽ അതായത് ഇളവരെ ആദരിക്കാത്തവർ, അല്ലെങ്കിൽ ദുരിതായം വിചാരിക്കുന്നവർ, അങ്ങനെയുള്ളതിന് ദൈവം മിണ്ടുകയില്ല. അങ്ങനെ ദൈവത്തിന് ഉത്തരമില്ല. കാരണം ദുരാദായം ആഗ്രഹിച്ച് അപേക്ഷിക്കുന്ന അപേക്ഷകളൊന്നും ദൈവം അംഗീകരിക്കുകയില്ല. അതുപോലെ വല്ലാതെ യാചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവങ്ങളിൽ ചിലവിടെയാണ് നിങ്ങൾ വല്ലാതെ യാചിക്കുന്നു. ഗ്രീഡി ആയിട്ടുള്ള പ്രേയേഴ്സ്, ആവശ്യങ്ങൾ കേൾക്കും ദൈവം. എന്നാൽ ആഗ്രഹങ്ങൾ ദൈവം കേൾക്കും,
ചിലതെല്ലാം ദൈവം നമ്മുടെ നന്മയ്ക്കാണ് എങ്കിൽ ദൈവം അത് അനുവദിച്ചു തരും. എന്നാൽ അത്യാഗ്രഹങ്ങളും ഒന്നും ദൈവം സ്വീകരിക്കില്ല, ദൈവസന്നിധി സ്വീകരിക്കപ്പെടുകയില്ല. അങ്ങനെയുള്ള അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. ഇവിടെ പറയുകയാണ്, ഇതാ നിൻ്റെ ശത്രുക്കൾ കലഹിക്കുന്നതിനെ പായിക്കുന്നവർ തല ഉയർത്തുന്നതിന് അവർ നിൻ്റെ ജനത്തിൻ്റെ നിരുപായം വിചാരിക്കുന്നു. ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് നിന്റെ ഗുപ്തന്മാരുടെ ഗുപ്തന്മാരെന്ന് മറച്ചു വെച്ചിരിക്കുന്നവർ, മറഞ്ഞിരിക്കുന്ന ജനം, ദൈവം തിരഞ്ഞെടുത്ത ജനമെന്ന് അവിടെ കാണുന്നത്. അവരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാത്ത വണ്ണം നാം അവരെ മുടിച്ചു കളയുക, അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യം ചെയ്യുന്നു. ഇത് ഇന്നും ഇസ്രായേലിൻ്റെ നേരെയുള്ളതല്ലേ, ചുറ്റും ശത്രു രാജ്യങ്ങളുടെ മുമ്പിലല്ലേ നിലചൊള്ളുന്നതാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഈ നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ടല്ലോ, അവരെ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നും ഇസ്രായേലിന് നേരെ ഇങ്ങനെ ശത്രുക്കൾ ഒരുമിച്ച് കൂടുന്നുണ്ട്, ചുറ്റുപാട് കൂടുന്നുണ്ട്. അന്നും അങ്ങനെയുണ്ട്. ഇത് നടക്കാനിരിക്കുന്ന പ്രവചനം കൂടിയാണെന്നാണ് പറയുന്നത്. അവരിങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യം ചെയ്യുന്നു. 6-ാമത്തെ വാക്യത്തിൽ പറയും, ഏദോമിരുടെയും ഇഷ്മായിലുടെയും കൂടാരങ്ങളും ഈ ജോർദാൻ, സൗദി അറേബ്യ ഇങ്ങനെയുള്ള ദേശങ്ങളിലൊക്കെ ആ പേരൊക്കെ അവിടെ പറയുന്നത്. ഈജിപ്റ്റ്, ഹഗ്ഗിർ എന്നൊക്കെ പറയുന്നത്. മോവാബിരും ഹഗ്ഗിരും കൂടെ ഗബാലും അമ്മോനും അമാലേക്കും ഫിലിസ്തീൻ ദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു. അമ്മാനും അങ്ങനെ ഓരോ സെയ്യറും ഓരോ ദേശങ്ങളെക്കുറിച്ച് തന്നെ ഇവിടെ പറയുന്നത്. അവർ ലോത്തിൻ്റെ മക്കൾക്ക് സഹായമായിരുന്നു. മ്യൂസിക്കിനോട്ട് അവിടെ തീരുകയാണ് അവിടെ. അപ്പോൾ ഈ എല്ലാ വിരോധ ജാതികളെല്ലാം ശത്രുക്കളെല്ലാം വരുമ്പോഴും ദൈവം ഇസ്രായേലിനോട് കൂടെ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നത്. അവരുടെ യുദ്ധതന്ത്രങ്ങളും ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. കേരളത്തിൻ്റെ ഒരു ജില്ലയുടെ അത്രയും മാത്രമുള്ള ഒരു ദേശം ലോകത്തെ മുഴുവൻ അത്ഭുതമായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത് അല്ലേ. ഏത് ശക്തി, സൈനിക ശക്തിയിലാണെങ്കിലും അവരുടെ കണ്ടുപിടുത്തങ്ങളിലാണെങ്കിലും എല്ലാം നമുക്ക് അത്ഭുതമാണത്. എന്നാൽ അതിന് ചുറ്റുപാടുമുള്ള ദേശങ്ങളൊക്കെ എത്ര വിസ്തൃതമാണ്. എന്നാൽ അതിനൊന്നിനും അവിടെയെല്ലാം പട്ടിണിയും അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളാണ് അവിടെ. എന്നാൽ ഇവർ വേണം, അവർക്കെല്ലാം ഭക്ഷണവും അതുപോലെ എല്ലാത്തിനും ഇവരെയാണ് ആശ്രയിക്കുന്നത്. ഈ ശത്രുക്കളെന്ന് പറയുന്നവർ പോലും ഓരോന്നിലും ഇവരെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെയാണ് അത്. കാരണം ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ദൈവം തിരഞ്ഞെടുത്ത ജനമെന്ന അബ്രഹാമിൻ്റെ സന്തതി, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണത്. സവിശേഷ ബുദ്ധിയും ജ്ഞാനവും എല്ലാം കൊടുത്തുകൊണ്ട് അവർ നടത്തുന്നത്. മുമ്പോട്ട് പോകും നമുക്കവിടെ. ഇന്നോട് പറയാണ്, മിദ്യാന്യരോട് ചെയ്തുപോലെ അവരോട് ചെയ്യണം. 9-ാമത്തെ വാക്യം, കിശോൻ തോട്ടങ്ങളിൽ വെച്ച് സിസ്രിയോടും യാബീനോടും ചെയ്തുപോലെ തന്നെ അവർ എന്തോരിൽ വെച്ച് നശിച്ചു പോയി. അവർ നിലത്തിന് വളമായി തീർന്നു. അവരുടെ കുലീന്മാരെ ഓരേബ്, സേബ് എന്നിവരെ പോലെയും അവരുടെ സകല പ്രഭുക്കന്മാരെയും സേബക്, സൽമുന എന്നിവരെ പോലെയും ആക്കണമേ. ഇതെല്ലാം പഴയ നിയമത്തിൽ ഓരോ ഭാഗത്ത് പറയുന്നതാണ്. സേബക്, സൽമുന എന്ന രാജാക്കന്മാർ, ഇവരെയൊക്കെ ദൈവത്തിൻ്റെ കോപത്തിന് ഇരയായി തീർന്നവരാണ്. ഇവരെല്ലാം ദൈവജനത്തോട് എതിർത്തപ്പോൾ ദൈവം അവരെല്ലാം എതിർക്കുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്ത സന്ദർഭങ്ങളാണ്. അതൊക്കെ ദൈവത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ദൈവത്തിൻ്റെ നിവാസങ്ങളെ നമുക്ക് അവകാശമാക്കിക്കൊള്ളുക എന്നവർ പറഞ്ഞുവല്ലോ. അവരെല്ലാം ഇസ്രായേലിന് നേരെ യുദ്ധത്തിന് വന്നവരാണ്. 11-ാമത്തെ വാക്യം, എൻ്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റത്തെ പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിര് പോലെയും ആക്കണമേ. വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുട്ടുകളയുന്ന അഗ്നിജ്വാല പോലെയും നിൻ്റെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരണമേ. നിൻ്റെ ചുഴലിക്കാറ്റുകൊണ്ട് അവരെ ഭ്രമിപ്പിക്കണമേ. യഹോവേ, അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടത് നീ അവരുടെ മുഖത്ത് ലജ്ജാപൂർണ്ണമാക്കണമേ. അപ്പം ഇങ്ങനെ ഓരോ സദൃശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതുപോലെയൊക്കെ അവരെ ആക്കണമേ എന്ന് പറയുകയാണ്. അവർ ചുഴലിക്കാറ്റത്തെ പൊടി പോലെ ആക്കണമേ, കാറ്റത്ത് പാറുന്ന പതിര് പോലെ ആക്കണമേ, വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെ പർവ്വതങ്ങൾ ചുട്ടുകളെ അഗ്നിജ്വാല പോലെ ഇതിൻ്റെ കൊടുങ്കാറ്റ് വരെ പിന്തുടരണമേ. ഇനി അവരുടെ ഒരു കാര്യം കൂടി ചേർത്ത് പറയാനാണ്, യഹോവേ, അവർ തിരുമുഖത്തെ അന്വേഷിക്കേണ്ടത് നീ അവരുടെ മുഖത്ത് ലജ്ജാപൂർണ്ണമാക്കണമേ. ദൈവത്തെ അന്വേഷിക്കണം, അവർ ദൈവത്തിൻ്റെ അത്ഭുതകരം കാണണം, അതിനവരുടെ മുഖത്തെ ലജ്ജാപൂർണ്ണമാക്കണമേ. ജീവിതത്തിൽ പല പരാജയങ്ങളും വരുമ്പോഴാണ് അനേകർ ദൈവത്തിലേക്ക് തിരിയുന്നത്. ജീവിതത്തിൽ രോഗങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള നഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, അല്ലെങ്കിൽ ഉറ്റവർ അകൽച്ചകൾ, തള്ളിപ്പറച്ചിലുകൾ, ഉറ്റ സ്നേഹിതന്മാരുടെ വിട്ടുപോക്ക്, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ. ഇന്നതെന്നില്ല, ഓരോ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർ ആശ്രയിച്ചതെല്ലാം അസ്ഥാനത്തായി, ആശ്രയിച്ചതെല്ലാം പൊള്ളയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ
അവരുടെ മുഖം ലജ്ജാപൂർണമാകും. അപ്പോൾ അവരൊരു ദൈവത്തെ അന്വേഷിക്കും. അവരതുവരെയും സ്വന്തം ശക്തിയിലും സ്വന്തം ബുദ്ധിയിലും ധനത്തിലും ഒക്കെ ആശ്രയിച്ച് ഈ ലോകത്തിലൊക്കെ ആശ്രയിച്ചു പോകും. എന്നാൽ അതെല്ലാം അസ്ഥിരമാണെന്ന് കാണുമ്പോൾ അതിനൊരു സന്ദർഭം ദൈവം കൊടുക്കുന്നത് തന്നെയായിരിക്കും. അവിടെ വെച്ച് അവർ ദൈവത്തിലേക്ക് തിരികെയാണ്, ദൈവത്തെ അന്വേഷിക്കുക. അപ്പോൾ അവങ്കിലേക്ക് നോക്കും. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുപോലെ. അങ്ങനെ ലജ്ജ മാറി എത്രയോ ജീവിതങ്ങളുണ്ടെന്നറിയാമോ? മുഖം താണുപോയ ജീവിതങ്ങൾ, മുഖം വാടിപ്പോയ ജീവിതങ്ങളൊക്കെ തിരുവഴുത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്നത്തെ ജീവിതങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. എത്രയോ സാക്ഷ്യങ്ങൾ അങ്ങനെയുണ്ട്. അതുകൊണ്ട് ദൈവത്തിലേക്ക് നോക്കുന്നതാണ് ഒരിക്കലും നമ്മൾ ലജ്ജിക്കപ്പെടുകയില്ല. ദൈവം നമ്മളെ ലജ്ജാപൂർണരാക്കുകയില്ല. നമ്മുടെ തല ഉയർത്തുന്നവനാണ് ദൈവം. 17-ാമത്തെ വാക്യം, അവർ എന്നേക്കും ലജ്ജിച്ച് ഭ്രമിക്കുകയും നാണിച്ച് നശിച്ചു പോവുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ യഹോവ എന്നു നാമമുള്ള നീ മാത്രം സർവ്വഭൂമിക്ക് മീതെ അത്യുന്നതൻ എന്നറിയും. ഇതായിരിക്കണം ഓരോ നമ്മുടെ ജീവിതത്തിലെയും പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഈ ഒരു പ്രാർത്ഥന, കർത്താവേ, അവരെന്നോട് എതിർക്കുന്നു, പക്ഷേ നിൻ്റെ നാമം മഹത്വപ്പെടണമേ, നീ നിൻ്റെ കരുവർ കാണണമേ, നിന്നെ അവരെ അറിയാൻ തക്കവിടെ അടുത്തേക്കണേ. പുതിയ നിയമത്തിലേക്ക് ഒരു കുറച്ചുകൂടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് കർത്താവ് പറയുന്നു. ആ പ്രാർത്ഥനയിൽ ഒരു ആശയം ഇതായിരിക്കണം, അങ്ങനെ അവർ യഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവ്വഭൂമിക്ക് മീതെ അത്യുന്നതനെന്ന് പറയും. ദൈവമേ, നീ അത്യുന്നതനാണ്, നീ സർവശക്തനാണെന്ന് എല്ലാവരും അറിയാനിടയായി തീരണമേ. അതിന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ലജ്ജയെ മാറ്റണമേ, ഞങ്ങളുടെ നിന്ദയെ മാറ്റണമേ, ഞങ്ങളുടെ അപമാനങ്ങളെ മാറ്റണമേ. നിൻ്റെ നാമം ഞങ്ങളിൽ കൂടെ മഹത്വപ്പെടുവാനിടയായി തീരണമേ. ആ ഒരു പ്രാർത്ഥന ദൈവസന്നിധി നമുക്ക് അർപ്പിക്കാനായിട്ട് സാധിക്കണം. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളാണ്. ഇപ്പോൾ ക്രൂശ് എന്ന് പറയുന്ന പരാജയം എന്ന് പറയില്ല. ക്രൂശ് ഉയർപ്പോടുകൂടി ക്രൂശിൻ്റെ മഹത്വം വർദ്ധിക്കുകയാണ് ചെയ്തത്. ആ ക്രൂശ് മനസ്സോടെ കർത്താവ് സ്വീകരിച്ചതാണ്. കാരണം ക്രൂശിന് പിൻപ് വരുന്ന മഹിമ കർത്താവ് കണ്ടു. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് കർത്താവ് നിന്നെല്ലാം ഏറ്റത്, പരിഹാസമെല്ലാം ഏറ്റത്. എന്നാൽ അതിന് പിൻപ് വരുന്ന ആ വലിയ രക്ഷയെ, അതായത് നമ്മുടെ വീണ്ടെടുപ്പിനെ കർത്താവ് കണ്ടതുകൊണ്ടാണ് കർത്താവ് അതിനു വേണ്ടി തന്നെ വിട്ടുകൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും എല്ലാം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ സർവ്വശക്തിക്ക് എല്ലാം നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ദൈവം മൗനമായിരിക്കുമ്പോൾ നാം മൗനമായിരിക്കുക, ദൈവത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന അപേക്ഷകളുമൊക്കെ സമർപ്പിക്കാനായിട്ട് ഇടയായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ ഒരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി ഞങ്ങൾ നിങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. ഇസ്രായേലിനെ കുറിച്ച് ഞങ്ങളിവിടെ കണ്ടു കർത്താവേ. ഏറെ പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും അവർ തരണം ചെയ്യുമ്പോൾ, നേരിടുമ്പോഴൊക്കെ അവിടെ നിന്ന് സഹായമായി ഇറങ്ങി വന്ന്, പരിചയമായി ഇറങ്ങി വന്ന് അവരെ രക്ഷിക്കുന്ന രക്ഷ ഞങ്ങൾ കാണുന്നപ്പോൾ ഓരോ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ജീവിതത്തിൽ ഇത് അനുഭവമാണ് കർത്താവെ. പുതിയ നിയമ ഇസ്രായേലാണ് സഭ എന്ന് പറയുന്നത് നിങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നപ്പോൾ ആ പുതിയ നിയമ ഇസ്രായേലിന് നേരെ ഉയരുന്നതായ പ്രതിബന്ധങ്ങളെയും പ്രതികൂലങ്ങളെയും നന്മയ്ക്കാക്കി മാറ്റുവാൻ ഒരുവന് ഒരു പ്രസാദമായിരിക്കുമ്പോൾ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു എന്ന് തിരുവെഴുത്ത് പോലെ ശത്രുക്കളുമായി മേശ ഒരുക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാത്തിനും സമർപ്പിക്കുന്നു. ഞങ്ങൾ കൊടുത്തിട്ട് നാമകത്വപ്പെടുത്തണം എന്ന് വന്നേക്കും തന്നെ. ആമേൻ. എന്റെ ദൈവമെന്നും എന്റെ കൂടെയുണ്ട്, എന്നെ നിത്യം സ്നേഹിക്കുന്ന ആത്മസ്നേഹിതൻ. എന്റെ ഭാരമെല്ലാം നിത്യം ചുമക്കുന്ന, എന്നെ എന്നും പോറ്റിടുന്ന യേശുനായകൻ. ആരിലെന്തു കഷ്ടതകളേറി വന്നാലും ഭാരമൊട്ടുമേറ്റിടാതെ നമ്മെ കാക്കുവാൻ വല്ലഭൻ കരം നമുക്കു നൽതുണയായി നൽകിടുന്നു തന്റെയാലേ. വല്ലഭൻ കരം നമുക്കു നൽതുണയായി നൽകിടുന്നു തന്റെയാലേ. ദൈവമെന്നും എന്റെ കൂടെയുണ്ട്, എന്നെ നിത്യം സ്നേഹിക്കുന്ന ആത്മസ്നേഹിതൻ. എന്റെ ഭാരമെല്ലാം നിത്യം ചുമക്കുന്ന, എന്നെ എന്നും പോറ്റിടുന്ന യേശുനായകൻ.